ഗുഡ് ഈവനിങ് ഓൾ, ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് അതിൻ്റെ റെക്കോർഡ് ഹൈയിൽ നിന്ന് ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട ഒരു ദിവസമാണ്. നിഫ്റ്റി 24,400 താഴെ ക്ലോസ് നടത്തി. സെൻസെക്സ് ആവട്ടെ 80,000 താഴെ ക്ലോസ് നടത്തി. ബാങ്ക് നിഫ്റ്റി 400 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത് M&M അവരുടെ ആ ഒരു ട്രേഡിംഗ് ജേണിയിൽ കഴിഞ്ഞ 3 വർഷത്തിൽ ഉണ്ടാക്കിയിട്ട് ഏറ്റവും വലിയൊരു ഫോളിന് ഇന്ന് മഹീന്ദ്ര സാക്ഷ്യം വഹിച്ചു. 7% മഹീന്ദ്ര ഫോൾ ആയപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഹീറോ മോട്ടോ കോർപ്പും ഈ ഒരു നിഫ്റ്റിയുടെ ആ ഒരു ഇടിവിന് കൂടുതൽ ഫ്യൂവൽ പകർന്നിട്ടുണ്ട്. IT സെക്ടറിൽ നിന്ന് TCS ഇടിഞ്ഞു. ഇൻഷുറൻസ് പ്രീമിയംസ് എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഇൻഷുറൻസ് മേഖലയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിമെന്റ് സ്റ്റോക്കിൻ്റെയും വില വർദ്ധിക്കുന്നത് കൊണ്ട് അവസാന സമയത്ത് സിമെന്റ് സ്റ്റോക്കും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള സ്റ്റോക്കിംഗ് ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ MCX പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ IEX പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്നുണ്ട്. ഡെൽറ്റ കോർപ്പിൻ്റെ റിസൾട്ട് വന്നു. മോശം Q1 റിസൾട്ട് ആയതുകൊണ്ട് ഡെൽറ്റ കോർപ്പും പ്രോഫിറ്റ് ബുക്കിങ്ങിൽ തന്നെയാണ് ഉള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റി ഓപ്പണിംഗ് റേഞ്ച് 24,440, ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 300-ലധികം പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി 24,160 സപ്പോർട്ട് എടുത്ത് 24,312 ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് നടത്തിയപ്പോൾ നിഫ്റ്റിയിൽ ഏറ്റവും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയത് M&M 6.5%, ടാറ്റ സ്റ്റീൽ 2.5%, ഹിൻഡൽകോ 2%, TCS 2%, ഹീറോ മോട്ടോ കോർപ്പ് 1.44% ഒരു ഇടിവുണ്ടാക്കിയ ഒരു നിലയിലാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും M&M ഇടിയാനായിട്ടുള്ള കാരണമെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് സ്റ്റോക്കിംഗ് ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് കുറച്ച് ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കാം. ഇന്നലെ ജെറോം പൗളിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിലാണ് അവസാനിച്ചത്. അതായത് നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ഡോ സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം കണ്ടു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. അത് ഗ്ലോബൽ ഈവൻറ്റിൽ നമുക്ക് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 58,475 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ്റെ നിൽപ്പ്. അതുപോലെ തന്നെ ബ്രന്റ് ഓയിൽ 84, ഗോൾഡ് $14 ഉയർന്ന് 2,378, ഏറ്റവും മുകളിൽ നിന്ന് മൂന്നാമത് ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ പെർ ഔൺസിൻ്റെ വില കാണാം. ഓസ്ട്രേലിയ, ചൈന റെഡിൽ അടച്ചപ്പോൾ കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ ഫ്ലാറ്റായി പോസിറ്റീവായി വ്യാപാരം അവസാനിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും 1% സ്പൈക്കായി 14.43. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് തുടരുന്നത് കാണാനായിട്ട് സാധിക്കും. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സ്പോട്ടുള്ളത് 24,324, 24,700, 24,600, 24,500 റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിക്ക് ഉണ്ട്. സപ്പോർട്ടായിട്ട് 24,000 ഉണ്ട്. ആ ലോങ് ബാറ് ഗ്രീൻ കളർ 24,000 കാണുന്നുണ്ട്. അപ്പോൾ 24,000 പുട്ട് സെല്ല് ചെയ്ത ആളുകളുടെ എണ്ണം 24,000 കൂടുതലുള്ളത് കൊണ്ട് 24,000 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് ഓപ്ഷൻ റൈറ്റേഴ്സ് ഇതുവരെയുള്ള ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു ഡേറ്റ അനുസരിച്ച് അവർ കരുതുന്നുണ്ട്. PCR 0.73 എന്ന നിലയിലാണ് ഇപ്പോൾ നിൽപ്പ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇതാണ്. നമുക്കിനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് ഈ കോഴ്സുകൾ കേരളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ടും കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഓഫ്ലൈനായിട്ടും പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തതിന് ശേഷം കോഴ്സ് ഡീറ്റെയിൽസ് എടുക്കാം. താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു മാസം അവസാനമൊക്കെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ഒരു ഡേറ്റ്. ട്രേഡ് ചെയ്യുന്ന ആളുകൾ അവർ ട്രേഡ് ചെയ്യുന്ന വാല്യൂസ് മാറ്റി നിർത്തി കൂടിയും ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ITR ഫയൽ ചെയ്യുക എന്നുള്ളതാണ് സുരക്ഷിതമായിട്ട് ഇരിക്കാനുള്ളൊരു മാർഗ്ഗം. സ്വാഭാവികമായിട്ടും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളും ലോസ് ഉണ്ടാക്കുന്ന ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ITR ഫയൽ ചെയ്യേണ്ടതാണ്. ഈ വക കാര്യങ്ങളിൽ ഗവൺമെൻറ് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ITR ഫയൽ ചെയ്യുന്ന ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യാം. ടാക്സ് കൺസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അതിനുശേഷം ഫയലിംഗ് ചെയ്യാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. ഫസ്റ്റ് കമൻറ്റിലല്ല, ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. മാരുതിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. മാരുതി UP നമുക്കറിയാം, അവരുടെ ഹൈബ്രിഡ് വാഹനങ്ങളിൽ അതിൻ്റെ ടാക്സ് വേവർ ചെയ്യുന്ന ഉള്ള ഒരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ മാരുതി ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി നിഫ്റ്റീനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും ഇവരുടെ ഈ ഒരു ഹൈബ്രിഡ് കാറിൻ്റെ ടാക്സ് വേവർ 2025 അവസാനം വരെ ഉണ്ടായേക്കാമെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ആർവിനെൽ കമ്പനി തുടർച്ചയായ റാലിയിലാണ്.
1408 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് കിട്ടിയതാണ് റാലിക്ക് കാരണമായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പ്രീ മാർക്കറ്റിൽ കവർ ചെയ്ത ന്യൂസാണ്. IPO ബെൻസാലി വയർ ഇന്ന് 40% പ്രീമിയത്തിൽ ലഭിച്ചു. വിജയ ഡയഗ്നോസ്റ്റിക് കമ്പനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള കൊട്ടക് മഹേന്ദ്ര മ്യൂച്വൽ ഫണ്ട് വിജയ് ഡയഗ്നോസ്റ്റിക്കിൻ്റെ ഏകദേശം 1.8% അക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. M&M ശക്തമായ ഫോൾ ഉണ്ടായി. പ്രധാനമായിട്ടും ഇവരുടെ വാഹനത്തിൻ്റെ വില കുറച്ചതാണ് കാരണം. 21.5 ലക്ഷം രൂപയുള്ള വാഹനം 19.5 ലക്ഷം രൂപയിലേക്ക് വില കുറച്ചു. കഴിഞ്ഞ ദിവസം മാരുതിയുടെ SUV സെഗ്മെൻറ്റിൽ അവർ ഈ ടാക്സ് വേവർ കിട്ടിയപ്പോൾ അതിന് ബദലായിട്ടാണ് ഈ ഒരു M&Mഉം ടാറ്റ മോട്ടോഴ്സും വില കുറച്ചിട്ടുള്ളത്. എന്നാൽ ഇത് നിക്ഷേപകരെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് വന്നു. ഷിപ്പിംഗ് കമ്പനീസ് എല്ലാം തന്നെ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. മസഡോൺ ഷിപ്പ് ബിൽഡേഴ്സും കൊച്ചിൻ ഷിപ്പ് യാർഡും എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണ് ഉള്ളത്. GRSEയും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. മസഡോണിൻ്റെ എല്ലാം തന്നെ മാർക്കറ്റ് ക്യാപ്പ് 1 lakh crores കവിഞ്ഞു. കിംസ് ഹോസ്പിറ്റൽ അവർ വിശാഖപട്ടണത്തിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ഹോസ്പിറ്റലിനെ അക്യൂർ ചെയ്തിരുന്നു. 75 കോടി രൂപ മുടക്കി. ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സുപ്രീം ഇൻഡസ്ട്രീസ് കമ്പനി ജെഫ്രീസ് സുപ്രീം ഇൻഡസ്ട്രീസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബോംബെ ആസ്ഥാനമായിട്ട് ഉള്ള പ്ലാസ്റ്റിക് ചെയറുകൾ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സുപ്രീം ഇൻഡസ്ട്രീസ്. GE പവർ കമ്പനി ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗ്ലൂർ റിഫൈനറിയുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഓർഡർ ലഭിച്ചതാണ് കാരണം. GE പവർ ആക്ച്വലി ഒരു അമേരിക്കൻ എനർജി ടെക്നോളജി കമ്പനി ആയിരുന്നു. ജനറൽ ഇലക്ട്രിക്കാണ് ഇത് ഓൺ ചെയ്തത്. അതിനുശേഷമാണ് GE പവറായിട്ട് മാറിയത്. ഗ്രേവ്സ് കോട്ടൺ കമ്പനി സ്റ്റോക്ക് പ്രധാനമായിട്ടും ഒരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെടുക വഴി സ്റ്റോക്കിൽ നിന്ന് സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടു. അക്കോ EV എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ടാണ് ഗ്രേവ്സ് കോട്ടൺ. ആക്ച്വലി ഗ്രേവ്സ് കോട്ടൺ ഒരു EV ബൈക്കുകളും ബസ്സുകളും കാറുകളും എല്ലാം തന്നെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഷാൽബി ഒരു ഹോസ്പിറ്റൽ രംഗത്തുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഷാൽബി അടുത്തിടെ ഇവർ 87% സ്റ്റേക്ക് സൻഗർ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൻ്റെ അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഗൻ ഇംപ്ലാന്റ് ബിസിനസ്, ഈ ഒരു ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് ഷാൽബി കരുതുന്നത്. സുല വൈൻയാർഡ് കമ്പനി രാജ്യത്തിലെ ആദ്യത്തെ വൈൻ ടൂറിസം കമ്പനിയാണ്. മുന്തിരിത്തോട്ടങ്ങളിൽ ആളുകൾക്ക് പോകാം. കൂടാതെ തന്നെ ഇവർക്ക് വൈനും ഉൽപ്പാദനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ റവന്യൂ 10% ഉയർന്നതായിട്ട് കമ്പനി പറഞ്ഞു. കൂടാതെ തന്നെ ബോട്ടിൽ വൈൻ വിൽപ്പന ഇവരുടെ മഹാരാഷ്ട്ര തോട്ടത്തിൽ നിന്ന് ആരംഭിച്ചതായിട്ടുള്ള ന്യൂസും ഉണ്ട്. കെശോരം ഇൻഡസ്ട്രീസ് കമ്പനി റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ തവണ 32 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 62 കോടി രൂപ ലോസ് വർദ്ധിച്ചു. സൈഡസ് ലൈഫ്സ് പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഏഷ്യൻ പെയിൻറ്റ് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിച്ചു. TVS മോട്ടോഴ്സ് പുതിയ അപ്പാച്ചെ സ്പോർട്സ് ബൈക്ക് ലോഞ്ച് ചെയ്തു. HDFC ലൈഫും ഇവരുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിച്ചതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമുക്ക് നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.